സമൂഹ മാധ്യമങ്ങളുടെ ആധിക്യം പുസ്തക വായനയിൽ നിന്ന് ജനങ്ങളെ അകറ്റിയെന്ന് പൊതുവിൽ പറയാറുണ്ട്. എന്നാൽ പത്തനംതിട്ട ഇലവുംതിട്ടയിൽ സോഷ്യൽ മീഡിയ കൂട്ടായ്മ ഒരു വായനശാല തന്നെ നിർമ്മിച്ചിരിക്കുകയാണ്. സാധാരണക്കാരെ പുസ്തകങ്ങളുടെ ലോകത്തേക്ക് എത്തിക്കുകയാണ് കൂട്ടായ്മയുടെ ലക്ഷ്യം. 2019 ആരംഭിച്ച സോഷ്യൽ മീഡിയ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് വായനശാല ആരംഭിച്ചിരിക്കുന്നത്. സാഹിത്യ സംഗമ വേദി എന്നായിരുന്നു ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ പേര്. ഫേസ്ബുക്കിൽ സാഹിത്യ ചർച്ചയും അടിക്കുറിപ്പ് മത്സരവും പൊതുവിൽ ഇത്തരം സംഘങ്ങളുടെയും നേതൃത്വത്തിൽ നടത്താറുണ്ട്. ഇലവുംതിട്ട സ്വദേശിയായ ബാലചന്ദ്രന്റെ ആശയമായിരുന്നു ലൈബ്രറി സ്ഥാപിക്കുക എന്നത്. പിന്നെ ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ എന്തെന്ന് വെച്ചാൽ ഈ മത്സരങ്ങൾ നടത്തി അടിക്കുറിപ്പ് മത്സരം കുറേ മത്സരങ്ങളാണ്. ഇത് കണ്ടു മടുത്തു. ഞാൻ വായനയോട് ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു പ്രപ്പോസൽ വെച്ച് നമുക്ക് എന്തുകൊണ്ട് വായനശാല ചെയ്തുകൂടാ. എൻ്റെ തന്നെ കുറേ ബുക്കുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ മത്സരത്തിന് അയച്ചു തരുന്ന ബുക്കുകൾ വരുന്നുണ്ട്, സുഹൃത്തുക്കൾ അയച്ചു തരുന്ന ബുക്കുകളുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും കൈവശം ബുക്കുകളുണ്ട്. ആ ബുക്കുകളുള്ളത് ഇതുകൊണ്ട് ഞങ്ങൾക്ക് തോന്നി ഇങ്ങനെ ഒരു ആശയം പെട്ടെന്ന് മനസ്സിൽ തോന്നുകയായിരുന്നു. എന്തുകൊണ്ട് നമുക്കൊരു വായനശാല തുടങ്ങിക്കൂടാ. സ്വന്തമായി കെട്ടിടവും 2000-ഓളം എഴുത്തുകാരുടെ കഥകളും നോവലുകളും അടങ്ങുന്ന വലിയ ശേഖരം തന്നെ വായനശാലയിലുണ്ട്. ഇലവുംതിട്ട ഗ്രാമത്തിലെ സാധാരണക്കാരായ വായനക്കാർക്ക് ലോകസാഹിത്യങ്ങൾ വായിക്കാനുള്ള അവസരം കൂടിയാണ് സാഹിത്യ സംഗമ വേദി വായനശാലയിലൂടെ ലഭിക്കുന്നത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.